ഒരുമാതിരി തന്തയ്ക്ക് തന്തുള്ള സ്വഭാവം എൻ്റെ അടുത്ത് കാണിക്കരുത്. നീ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ കാജ പിടിക്കാത്ത മുളകപ്പടക്കം വെച്ച് കൊടുത്തത്. ഇപ്പം അങ്ങനെ വാ, കോഴിയെ പിടിച്ച് കുത്തനച്ച് നോക്കി എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. അവർ കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ കേസായില്ല, രക്ഷപ്പെട്ട്. നീ രക്ഷപ്പെട്ട് 2 മണിക്കൂറാണ് പനിഷ്മെന്റിന്റെ പേരും പറഞ്ഞ എസ് ഐനെ സ്റ്റേഷനിൽ കൊണ്ട് കുനിച്ചേർത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? കോൺക്രീറ്റിന് കമ്പി വിളച്ചതുപോലെ എൻ്റെ നടു. നിനക്കറിയാലോ, 2 ദിവസമായി ഞാൻ നല്ലപോലെ കക്കുസി പോയിട്ട്. നീ ഇട്ടിട്ട് ഓടിയതല്ലടാ, എനിക്ക് ആ സമയത്ത് ഒരു കോള് വന്ന, അങ്ങനെ ഞാൻ അത്യാവശ്യപ്പെട്ട് പോയതാണ്. കോള് വന്ന് നീ ഓടിയതാണോ അല്ല കോള് തെറ്റി വീണതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാ നിന്റെ ഫോൺ എവിടെ നീട്ടി? ഓടിയെടുത്ത് പുല്ല് പോലും കുഴിക്കൂടാൻ ഞാൻ കേട്ടിട്ടുണ്ടോ? നീ ഓടിയെടുത്ത് പുല്ലുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കിടന്നു. കൊച്ചു പിള്ളേരെ പോലെ കരയാതെ വിട്, അങ്ങനെയൊക്കെ പണി കൊടുത്തില്ലേ, അത് മതി. എനിക്ക് നീ ഒന്നും അറിഞ്ഞാൽ ആരാണ് അങ്ങേര്? അത് വേറെ ആരും ഉള്ളടാ, അത് വകയിലൊക്കെ എൻ്റെ ഒരു മാമനായിട്ടൊക്കെ വരും അങ്ങേര്. ഈ വീട്ടിൽ വന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കും, ജോലിക്ക് പോകണില്ലേ, കല്യാണം കഴിക്കില്ല, മറ്റതൊക്കെ ചോദിക്കും. എന്നിട്ട് ഞാൻ അയാളെ മോളെ കെട്ടിച്ചേരാൻ പറഞ്ഞപ്പോൾ അയാൾ പറയല്ലേ, എൻ്റെ മൂത്തോക്കി ചീത്ത വിളിക്കണം. അങ്ങനെ വാ തുറക്കരുതാ. എനിക്ക് നേരത്തെ പറഞ്ഞ പൊട്ട അങ്ങനെ കക്കൂസി പോണ സമയം വെച്ചു കൊടുക്കാറുന്നില്ല. എനിക്ക് 2 സൈഡും പൊട്ടായിരുന്നല്ല. 2 സൈഡാ? മോളിലും താഴെയും. ഒരാൾക്കും കൂടെ പണി കൊടുത്താലോ? ഒറ്റയ്ക്ക് പോയി ഉണ്ടാക്കിയാൽ മതി. എനിക്ക് വയ്യ. ഇനി പോയി സ്റ്റേഷനിൽ പോയി കുഞ്ഞിക്കായി.